മെറിയും ഇപ്പോൾ വൂച്ചിനെ കൂട്ടിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുമ്പിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ ഞാൻ നിനക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റുകളും ഡീറ്റെയിൽസും ഒക്കെ അടങ്ങുന്ന ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നീ അതൊക്കെ പഠിച്ചോ എന്ന് മെറി ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്നല്ലേ നീ പറഞ്ഞത്, അത്ര മാത്രമേ ഞാനും ചെയ്യുകയുള്ളൂ എന്ന് ബൂജുവും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ അവർ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് അവളും അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം അവന് നൽകുന്നു. കൂടാതെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോയില് ബൂജു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. സോ നീയും ഈ കണ്ണടി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു കണ്ണടി നൽകുകയാണ്. ഹണിമൂണിന് പോകുന്നതുമായി ബന്ധപ്പെട്ട് വൂജു തന്റെ ഐഡിയും ഡീറ്റെയിൽസും എല്ലാം തന്നെ അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടായിരുന്നു അവൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും വലിയൊരു സ്കാം ഒക്കെ നടത്തിയിട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ ആകെ പ്രശ്നമാകുന്നതായിരിക്കുമെന്ന് വൂജു പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരിക്കലും അവർ പിടികൊടുക്കില്ല. നമ്മൾ ജസ്റ്റ് പോയിട്ട് സമ്മാനമൊക്കെ ഏറ്റുവാങ്ങും. പിന്നെ ഞാനും ആ ഒരു വീടൊക്കെ കിട്ടിയാൽ ആദ്യം തന്നെ വീട് വിൽക്കുകയായിരിക്കും ചെയ്യുക. വീട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എല്ലാ കടബാധ്യതകളും തീരും. ഞാനും നിനക്ക് പണം നൽകുന്നതായിരിക്കുമെന്ന് ബൂച്ചുവിന്റെ അടുത്തായിട്ടും അവൾ പറയുന്നു. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന പണം ഒന്നും തന്നെ തനിക്ക് വേണ്ട എന്നായിരുന്നു അവളും പറഞ്ഞത്. ഇപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ചടങ്ങ് നടത്താമെന്ന് സെക്രട്ടറി അറിയിക്കുമ്പോഴത്തേക്കും സിയോയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. എങ്കിൽ പോലും നീ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് ഒരുപാട് പേര് നിന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ സോഷ്യൽ മീഡിയാസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനും അതുവഴി ഒരുപാട് നേട്ടമുണ്ടായി. വീടൊന്നും ഇല്ലാത്ത പണമൊന്നും ഇല്ലാത്ത ദമ്പതിമാർക്കാണ് ഈ ഒരു വീടൊക്കെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയേറെ സപ്പോർട്ട് നിനക്ക് ലഭിച്ചത്. കൂടാതെ നിന്റെ അച്ഛനും നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് എന്നെല്ലാം തന്നെ സെക്രട്ടറി അറിയിക്കുമ്പോഴത്തേക്കും അതൊരു ക്രെഡിറ്റ് ആയിട്ടൊക്കെ സിയോയും കാണുന്നു. സ്റ്റാഫും ഇപ്പോൾ മെറിയോടും വൂച്ചുവിനോടും സംസാരിക്കുന്നു. അങ്ങനെയിരിക്കെ വൂച്ചു നാട്ടിലില്ല എന്നല്ലേ നീ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും അവൻ നാട്ടിലില്ലാഞ്ഞിട്ട് പോലും ഈ ഒരു ലക്കി ഡ്രോയുടെ സമ്മാനം മേടിക്കുവാനായിട്ട് നേരിട്ട് എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് അവൻ വന്നിട്ടുണ്ടായിരുന്നെന്ന് മെറിയും അറിയിക്കുന്നു. അവന്റെ ഐഡിയിൽ കൊടുത്ത ഫോട്ടോയും അവനെ നേരിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് സ്റ്റാഫ് പറയുമ്പോഴത്തേക്കും പണ്ട് കൊടുത്തൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഐഡിയ ഉണ്ടാക്കിയതെന്ന് അവളും പറയുന്നു. പല ആൾക്കാരും സ്കാം ഒക്കെ ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഐഡി കാണിക്കാമോ എന്ന് സ്റ്റാഫും ചോദിക്കുകയാണ്. മെറിയുടെ കയ്യിൽ മെറിയുടെ ഐഡി ഉണ്ടായിരുന്നു. പക്ഷെ വൂച്ചിന്റെ കയ്യിൽ മെറിയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള വൂച്ചിന്റെ ഐഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനും ഒന്ന് ടെൻഷൻ ആകുന്നു. കൂടാതെ അവന്റെ അടുത്തായിട്ട് സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന സ്റ്റാഫും അവന്റെ അടുത്തായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവനും വലിയ സംഖ്യകൾ പോലും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീടിന്റെ നമ്പറും വിവാഹം കഴിഞ്ഞ ഡേറ്റും അങ്ങനെ പലതും അവൻ കൃത്യമായി പറഞ്ഞത് കൊണ്ട് തന്നെ സ്റ്റാഫും അവർ റിയൽ ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് വീട് കൊടുക്കുന്നത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ടാണ് അവർ നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതെന്ന കാര്യം ബോജുവും മെറിയും അറിയുന്നത്. ആർട്ടിക്കിളിൽ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ പേരെങ്കിലും തെറ്റായിട്ട് കൊടുക്കാമോ എന്ന് മറി ചോദിക്കുമ്പോഴത്തേക്കും പണ്ട് ഇതുപോലെ ഒരു ലക്കി ഡ്രോയിൽ എനിക്കൊരു 4 സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്കാണ് 4 സമ്മാനം കിട്ടിയതെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് എന്റെ പിന്നാലെ കൂടി. അവർക്ക് എല്ലാവർക്കും തന്നെ അതിൽ നിന്ന് ഒരു വീതം വേണമെന്നും പറഞ്ഞു. അങ്ങനെ ആകെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതുപോലെ തന്നെ നിങ്ങളും പലരുടെയും കയ്യിൽ നിന്നും പണവും മറ്റുമൊക്കെ മേടിച്ചിട്ടുണ്ടാവൂലേ? അവരെങ്ങാനും ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളുടെ പിന്നാലെ വന്നാലോ എന്ന സംശയമല്ലേ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ പേരൊക്കെ വേറൊരു പേരായിട്ട് ഞാനും മാറ്റിക്കൊടുക്കുന്നതായിരിക്കുമെന്ന് സ്റ്റാഫും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് വൂച്ചനും ഒരു ഐഡിയ തോന്നുന്നത്. അവനും ഒരു കോള് വന്നതായിട്ട് അഭിനയിക്കുന്നു. അതായത് അവന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾക്ക് പകരുന്ന രീതിക്ക് വലിയൊരു അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന സമയത്ത് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും ടെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കും ഇതേ അസുഖം തന്നെ ആണെന്നും ആ അസുഖം ബാധിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട് എന്നും എല്ലാം തന്നെ അവനും പറയുന്നു. കൂടാതെ ഒരു മാസ്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് ഇരിക്കാമായിരുന്നു എന്നും കൂടി അറിയിക്കുകയാണ്. എന്തായാലും വൂച്ചു ഇങ്ങനെ ഒരു പ്ലേ ഒക്കെ നടത്തുമ്പോഴത്തേക്കും മെറിയും അവന്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നു. സോ സ്റ്റാഫും ഇപ്പോൾ സെക്രട്ടറിനെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയാണ്. എന്തായാലും ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ വൂച്ചുവിനും മെറിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ അവരും എടുക്കുകയാണ്. അതായത് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പനിയിലെ സിഇഒനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വൂച്ചുവിനും മെറിക്കും ഫേസ് ഒക്കെ ഹൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഫംഗ്ഷൻ എല്ലാം അവസാനിച്ച് കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിയും മെറിക്ക് വീടിന്റെ താക്കോല് നൽകുകയാണ്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റിലും അവളെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നു. വൂജുവിനെ കണ്ടില്ലല്ലോ എന്ന് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും വൂജു ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുവാനായിട്ട് പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവളും ഇപ്പോൾ സെക്രട്ടറിയുടെ ഒപ്പമൊക്കെ നടക്കുകയാണ്. പക്ഷെ അവരങ്ങനെ നടന്നു വരുന്ന സമയത്ത് വൂജുവിനെയും കാണുകയാണ്. വൂജുവിനോട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ലേ, ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നതെന്ന് പറ, ഞാനും അവിടെ കൊണ്ടേ ആക്കാമെന്നെല്ലാം തന്നെ സെക്രട്ടറി പറയുമ്പോഴത്തേക്കും അവനും ഹോസ്പിറ്റലിന്റെ പേര് പറയുകയാണെങ്കിൽ കളങ്ങളെല്ലാം തന്നെ പൊളിയുമല്ലോ എന്ന് വിചാരിച്ച അവനും ഹോസ്പിറ്റലിൽ നിന്നും എനിക്കിപ്പോൾ ഒരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവനും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടറിയും ഇപ്പോൾ അവനെയും അവളെയും കൂടി കൂട്ടിക്കൊണ്ട് പുതിയ വീടൊക്കെ കാണിക്കുവാനായിട്ടും കൊണ്ടുപോകുന്നു.
ഒരു വലിയ ടൗൺ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തിട്ട് അവിടെ ഓരോരോ വീടുകളൊക്കെ വെച്ചു കൊടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതും. വലിയ വലിയ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാരും കൊറിയയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും എല്ലാം തന്നെ അവിടെ വീട് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരും സ്വാഭാവികമായിട്ടും അവരെ എല്ലാം തന്നെ വഴിയിൽ വെച്ചൊക്കെ കാണുന്നതായിരിക്കുമെന്ന് സെക്രട്ടറിയും അറിയിക്കുന്നു. ഇപ്പോൾ ആന്റിയും ഉൺസും കൂടി ചേർന്നുകൊണ്ട് ഒരു ചെയർമാന്റെ വീട് വരെ പോവുകയാണ്. ആ ഒരു ചെയർമാൻ അങ്കിളുടെ ഫ്രണ്ട് ആണ്. പക്ഷേ അങ്കിള് നേരിട്ട് പോകാതെ ചെയർമാനെ മീറ്റ് ചെയ്യുന്നത് വഴി ഉങ്സോന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉങ്സോനെയും ആന്റീനെയും കൂട്ടി വിട്ടിട്ടുള്ളത്. അവർ തന്നെ ബേക്കറിയിലെ പുതിയ പ്രൊഡക്റ്റ് എല്ലാം തന്നെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവരും പോകുന്നത്. നിലവിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീം ലീഡായിട്ട് വൂജുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പോലും മുത്തശ്ശി നിനക്കാണ് വൂജുവിനെക്കാളും കഴിവ് കൂടുതലുള്ളതെന്ന് അംഗീകരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളും ഇതെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് ആന്റിയും പറയുന്നുണ്ട്. വൂജുവിനെ നമ്മൾ നന്നായി തന്നെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വൂജുവിന്റെ അടുത്ത് നിന്നും ചെറിയൊരു മിസ്റ്റേക്ക് എങ്കിലും നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടുമെന്നും ആന്റി പറയുന്നു. ഇപ്പോൾ പുതിയ വീടെല്ലാം തന്നെ അവരെ കാണിച്ചു കൊടുക്കുകയാണ് സെക്രട്ടറി. അവർക്കും വീട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയിരിക്കെ ഈ ഒരു വീട് ഞങ്ങൾക്ക് ഉടനെ വിൽക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് മെറി ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇതിനു മുമ്പ് ഇവർ ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ വെച്ച സമയത്ത് ഒരു വീട് സമ്മാനമായി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ദമ്പതികൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഡിവോഴ്സ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നാണക്കേടുമുണ്ടായി. സോ ഇപ്പോൾ നിലവിൽ ഈ സമ്മാനമൊക്കെ കൊടുത്തതിന് ശേഷം 3 മാസം കഴിയാതെ അവർക്ക് ആ വീട് വിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സെക്രട്ടറിയും അറിയിക്കുന്നു. അതായത് ഈ ഒരു 3 മാസത്തിനിടയ്ക്ക് ഇവർ ഡിവോഴ്സ് വല്ലതും ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു സമ്മാനം അവരുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെ മെറിയും എനിക്ക് താമസിക്കുവാൻ ഒരു വീടൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. തൽക്കാലം 3 മാസത്തേക്ക് ഞാൻ ഈ വീട്ടിൽ താമസിച്ചോളാം എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും നിങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കേണ്ടത്. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. എല്ലാ ദിവസവും നിങ്ങളെ കാണിക്കുകയും നിങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് സെക്രട്ടറിയും പറയുന്നു. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റെഡിയായി താഴേക്ക് വാ. ഞാനും ഇവിടുത്തെ ബാക്കി കാഴ്ചകളെല്ലാം തന്നെ കാണിച്ചു തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് സെക്രട്ടറിയും പോകുന്നു. സെക്രട്ടറി പറഞ്ഞത് വെച്ചാണെങ്കിൽ സെക്രട്ടറി എല്ലാ ദിവസവും നമ്മളെ കാണുവാനായിട്ട് വരും. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഈ ഒരു വീട്ടിൽ നിൽക്കുകയും ചെയ്യണം. ഇതൊന്നും തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല പിടിക്കപ്പെടുകയാണെങ്കിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് എല്ലാം നിർത്തുന്നതാണ് നല്ലത്. നീയും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ഈ ഒരു വീട് വേണ്ടെന്ന് വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മോതിരവും അതുപോലെ തന്നെ ആ ഒരു കണ്ണടയും അവളുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അവനും പോകുന്നു. പിന്നീട് അവനും അവളെ കോൾ ചെയ്തു സോറിയൊക്കെ പറയുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു ആന്റിയും വണ്ടിയിൽ അവന്റെ മുമ്പിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആന്റിയും ഉൺസുവും അവരവിടെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് ഞെട്ടുന്നുണ്ട്. ആന്റിയും എന്തിനാണ് അവൻ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വൂജും തന്നൊരു ഫ്രണ്ടിനെ കാണുവാനായിട്ട് വന്നതാണെന്ന് അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ വൂജുവിനെ കണ്ടിട്ടുണ്ടായിരുന്ന ചെയർമാനും നിന്റെ വൈഫ് എവിടെ പോയെന്ന് വൂജുവിനോടും ചോദിക്കുന്നു. വൂജുവും അങ്ങനെ മൊത്തത്തിൽ ഞെട്ടിയൊക്കെ നിൽക്കുന്ന സമയത്താണ് വൂജു പെട്ടെന്ന് തന്നെ കോൾ വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വൂജുവിനെ അന്വേഷിച്ചുകൊണ്ട് മെറിയും താഴേക്ക് ഇറങ്ങി വരുന്നത്. സോ ഇപ്പോൾ അവരെല്ലാവരും തന്നെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനോട് കൂടി ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡും അവസാനിക്കുന്നു.